السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ആദരണീയരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ, നമ്മുടെ ജനപ്രതിനിധിയും രാഷ്ട്രീയ രംഗത്ത് വളരെ അറിയപ്പെടുന്ന ഉജ്ജ്വല വ്യക്തിത്വവുമായ വിഷ്ണുനാഥ്, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, വളരെ ധന്യമായ മണിക്കൂറുകളാണ് കടന്നുപോയത്. ഈ ചെറുപ്പക്കാർ, ഈ വിദ്യാർത്ഥികൾ, അവരുടെ മനസ്സിൽ കുറിച്ചിടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും ഇത്. ആ ഒരു ഒത്തുചേരൽ അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ വഴികാട്ടിയായി മാറണം. നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങൾക്ക് ഈ ഒരു സംഗമത്തിൽ നിന്ന് ലഭിക്കുന്ന വളരെ പുണ്യമായ ഒരു സമ്പത്തുണ്ട്. അത് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ബുദ്ധിജീവികളായ നാളത്തെ ഈ നാടിൻ്റെ ഭരണകർത്താക്കളോ അതിനെ നിയന്ത്രിക്കുന്ന ശക്തികളോ ആയി മാറുന്ന വളരെ മഹൽ വ്യക്തിത്വങ്ങളാണ്. അവരോട് ഇത്തരം സദസ്സുകളിൽ നിന്ന് മാത്രമാണ് അവരുടെ ജീവിതത്തിലെ ധവളിമയാർന്ന ഒരു ഭാവി മുന്നിൽ വെച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ കേൾക്കുകയുള്ളൂ. വളരെ ബഹളമയമാണ് ഈ ലോകം. നേരത്തെ കുട്ടികൾ, വിദ്യാർത്ഥികൾ കലാലയത്തിൻ്റെ ചുമരുകൾക്കുള്ളിൽ അവർ വളരെ അച്ചടക്കമുള്ളവരായിരുന്നു. അവിടെ നിന്നാണ് ജീവിതത്തിലെ അച്ചടക്ക എന്താണെന്നും അതിൻ്റെ ഫലങ്ങൾ എന്താണെന്നും അവർ മനസ്സിലാക്കിയിരുന്നത്, അവർ കേട്ടിരുന്നത്, അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ചിന്ത, ഇന്ന് അങ്ങോട്ട് കടക്കാൻ കഴിയുമോ? അവിടെ എന്തെങ്കിലും സംഘർഷമുണ്ടോ? വളരെ ഉത്കണ്ഠയോടുകൂടെയാണ് ഒരു വിദ്യാർത്ഥി കലാലയത്തിലേക്ക് പോകുന്നത്. എല്ലാ ബഹളങ്ങളും ഉണ്ടാക്കുന്ന, വളരെ മാംസവും മജ്ജയുമെല്ലാം സജീവമായ ഒരു പ്രായത്തിലുള്ള ഈ വിദ്യാർത്ഥികൾ അടങ്ങി അച്ചടക്കത്തോടെ ഗുരുവര്യന്മാരിൽ നിന്ന് കേൾക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അതിൽ നിന്ന് ഭാവി രൂപപ്പെടുത്താൻ ജിജ്ഞാസയോടുകൂടെ കാത്തിരുന്ന ആ നല്ല കാലം ഇന്ന് ഭീതിജനകമാണ്. നമ്മുടെ കുട്ടികൾ എന്തെല്ലാമാണ് ആ ക്യാമ്പസിൽ കാട്ടിക്കൂട്ടുക. ക്യാമ്പസിൻ്റെ പുറത്തുകൂടി പോകുന്ന റോഡുകൾ അത് പ്രക്ഷുബ്ധമാണ്. അപകടകരമായ സാഹചര്യമാണ് അവിടെയുള്ളത്. ബസ്സുകൾ തിരിച്ചു വിടുന്നു. നടന്നു പോകുന്നവർക്ക് ധൈര്യമില്ല ആ ക്യാമ്പസിൻ്റെ അടുത്തിലൂടെ പോകാൻ. എന്തോ വളരെ തലതിരിഞ്ഞ ഒരവസ്ഥയിലേക്ക് വിദ്യാർത്ഥി സമൂഹത്തിനെ
സംബന്ധിച്ചുള്ള ധാരണയും അവരുടെ നിലപാടുകളും മാറിയിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് ഈ ഒരു സംഗമത്തെ നിങ്ങൾ കാണേണ്ടത്. ഇവിടെ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയല്ല. ഇവിടെ മറ്റേതെങ്കിലും സൗഭാഗ്യങ്ങൾ ഇവിടെ ഭൗതികമായ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന ഒരു പ്രത്യാശയും നൽകുന്നില്ല. നേരെ മറിച്ച് നമ്മളെ പഠിക്കുകയാണ്. നമ്മൾ ആരാണ്, എന്തിനാണ് നാം ഇവിടെ വന്നിട്ടുള്ളത്, ലോകത്തെ ജീവികളിൽ നിന്ന് വ്യത്യസ്തത എന്താണ് നമുക്ക്, ഇതിൻ്റെ ഒരു തിരിച്ചറിവിലേക്കുള്ള ഒരു തുടക്കമാണ് ഇത്തരം സംഗമങ്ങളിൽ നിന്ന് ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിക്കുന്നത്. വിവിധ സംഘടനകളും വിഭാഗങ്ങളും നാം പങ്കാളികളായിട്ട് ഈ ലോകത്തുണ്ട്. അത് ആവശ്യമാണ്, ഉണ്ടാകണം. എല്ലാറ്റിനെയും വളർച്ച, അതിനോടൊപ്പം ശാസ്ത്രബോധമുണ്ടാകണം. ജീവിതത്തെ സംബന്ധിച്ച അനുഭവങ്ങളിലൂടെ പാഠം പഠിക്കണം. എല്ലാമാണെങ്കിലും മനുഷ്യനെ മനുഷ്യനായി വളർത്താൻ ഇവിടെ ഒരു മതത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ മെച്ചങ്ങൾ പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൻ്റെ സംസ്കരണത്തിനും പരിഷ്കരണത്തിനും വളർച്ചയ്ക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ഒരു സമൂഹത്തെ സംസ്കരിക്കാൻ അദ്ദേഹം ദൈവികമായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. അത് ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവതരണമായതാണ്. അതിൻ്റെ തുടക്കം എന്താണ് നാം ഓർക്കണം. നമുക്കറിഞ്ഞുകൂടാ, നാം അതിൻ്റെ വക്താക്കളാണ്, അല്ലെങ്കിൽ നാം അതിനെ പഠിച്ചവരാണ്, നാം കേട്ടവരാണ്. എന്താണ് അതിൻ്റെ തുടക്കം? തുടക്കം വായിക്കാനുള്ള ആഹ്വാനമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ആ വായനയിലൂടെ അക്ഷരങ്ങളിലൂടെ നേടിയെടുക്കുന്ന വിജ്ഞാനവും ആ വിജ്ഞാനം നൽകുന്ന സംസ്കരണവും ഇതെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ ഒന്നാമത്തെ സൂക്തം അവതരിക്കുന്നത്. ഇവിടെ ഭൗതികമായ നമ്മുടെ വളർച്ചയ്ക്കും അതിൻ്റെ പുരോഗതിക്കും എമ്പാടും പ്രതീക്ഷകൾ നൽകുന്ന പ്രസംഗങ്ങൾ നാം കേൾക്കാറുണ്ട്. അതിനാവശ്യമായ മറ്റു പല സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. എന്നാൽ മനുഷ്യൻ എന്താണെന്നും മനുഷ്യരെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഒരു സമൂഹത്തിൻ്റെ ഭദ്രതയെ കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നും അവനെ പഠിപ്പിക്കണമെങ്കിൽ അവൻ വായിക്കാൻ തയ്യാറാകണം. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ കാലഘട്ടത്തിലെ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തെ നാം വായിച്ചറിയണം. നാം ജീവിക്കുന്ന കാലത്തിൽ നിന്നല്ല നാം പഠിക്കേണ്ടത്, കഴിഞ്ഞ കാലത്തിൽ നിന്നാണ്. കഴിഞ്ഞ കാലത്തെ മഹാന്മാരെ കുറിച്ചാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത്. അവർ ജീവിച്ച സാഹചര്യങ്ങൾ, അവർ പ്രബോധനം ചെയ്ത മൂല്യവത്തായ കാര്യങ്ങൾ, പരിവർത്തനം വന്ന ആ ചരിത്ര സത്യങ്ങൾ, ഇതെല്ലാം അവനെ ഓർമ്മപ്പെടുത്തണം. ഈ ഓർമ്മപ്പെടുത്തലാണ് വിജ്ഞാനത്തിൻ്റെ ഏറ്റവും കാതലായ വശം. ഓർമ്മപ്പെടുത്തണമെങ്കിൽ നേരത്തെ അത് ഓർമ്മയിലുണ്ടായിരിക്കണം. അതിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യനാണെന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തേണ്ട സന്ദർഭങ്ങളുണ്ട്. അവരിൽ നിന്ന് വികൃതമായ മൃഗീയ സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യനെ നീ മനുഷ്യനാണെന്നും മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്നും അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല.
വായിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ. അത് നോക്കൂ, അതിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ കൈകളിലേക്ക്, നിങ്ങളുടെ തലച്ചോറിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ ചുറ്റുഭാഗത്ത് ഉള്ള പരിസരങ്ങളിലേക്ക്, നിങ്ങൾ നടന്നു പോകുന്ന ഭൂമിയിലേക്ക്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വനലോകത്ത്, ഇങ്ങനെ എല്ലാം അവനുമായി സ്പർശിക്കുന്ന, അവൻ ആസ്വദിച്ച് ജീവിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും, ഇതാരാണ് സൃഷ്ടിച്ചത്, എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ സമാധാനപരമായ നിലനിൽപ്പിന് എന്ത് സംഭാവനയാണ് നാം ചെയ്യേണ്ടത് എന്ന് മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചക്കൊപ്പം സഞ്ചരിച്ച പ്രവാചകന്മാരിലൂടെ ലഭിച്ച ദിവ്യ സന്ദേശങ്ങൾ, അതാണ് മനുഷ്യൻ്റെ മാർഗദർശനം. ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആനെ, വേദഗ്രന്ഥങ്ങളെ വിവരിക്കുന്നത് അത് മനുഷ്യന് നേർമാർഗം കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ഒരു മനുഷ്യനെ കാണുന്നത് ഫവജദക ളല്ലൻ ഫഹദ. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഒരു നാൽക്കവലയിൽ ഏതാണ് എൻ്റെ മാർഗം എന്നറിയാതെ, തിരിച്ചറിയാതെ നിന്നിരുന്ന ഒരു മനുഷ്യന് ഇതാ ഇതിലൂടെയാണ് നിങ്ങൾ പോകേണ്ടത്, ഈ മാർഗം സ്വീകരിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുന്ന ചൂണ്ടുപലകളാണ് ദിവ്യഗ്രന്ഥങ്ങൾ. അത് വായിച്ചുകൊണ്ടാണ് നാം നന്മയും തിന്മയും കാണേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ സ്വർഗവും നരകവുമെല്ലാം കാണേണ്ടത് അവിടെയാണ്. ഇത് ദൈവിക വചനങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. അത് പഠിക്കണം, ആ മൂല്യങ്ങളെ പഠിക്കണം. ഈ മൂല്യങ്ങൾ ഒരിക്കലും ഇവിടെ മുളച്ചുണ്ടാകുന്നതല്ല, അത് ദൈവികമാണ്. അത് തലമുറകളിലൂടെ മനുഷ്യൻ കൈമാറിയതാണ്. അതിൽ നിന്നാണ് നല്ലതും തീയതും നാം തിരഞ്ഞെടുക്കേണ്ടത്. ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഒരു കാഴ്ചയോട് കൂടെ ആയിരിക്കണം നമ്മൾ വിദ്യാലയങ്ങളെ സമീപിക്കേണ്ടത്. അവിടുന്ന് പഠിക്കുന്നു, അവിടെ സയൻസും മാത്തമാറ്റിക്സും അതിൻ്റെ വിവിധ വശങ്ങളും മുൻഗാമികളിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. ഭാവിയിലേക്ക് നമുക്ക് ഗവേഷണം ചെയ്യാവുന്നതാണ്. അതിൻ്റെ വളർച്ചയിൽ നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. സമൂഹത്തിൻ്റെ വളർച്ചക്ക് നിങ്ങൾ ഓർക്കണം, ഒരിക്കലും അനന്തരമായി വളർച്ച പ്രാപിക്കുന്ന ഒന്നല്ല വിജ്ഞാനം എന്ന് പറയുന്നത്. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ബുദ്ധിയും തൻ്റെ ഇടവും അവനെ ലഭിച്ചിടത്തോളമുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ആ അവസരങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ബോധമാണ് വിജ്ഞാനമെന്ന് പറയുന്നത്. അതിനെ നല്ലത് കേൾക്കാൻ നാം തയ്യാറാകണം. കേൾക്കാത്തവന് വളരാൻ കഴിയുകയില്ല. ക്ഷമയോടുകൂടെ കേൾക്കാൻ കഴിയണം, കാണാൻ കഴിയണം, ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാകണം, അതിന് പരിഹാരം നിർദ്ദേശിക്കാനുള്ള ആളുകളുണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ മനുഷ്യനോട് വായിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. ഒരു വായിക്കാത്ത, കഴിഞ്ഞ കാലഘട്ടങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാത്ത, ഒരു ശാസ്ത്രബോധമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഈ സംഘർഷഭരിതമായ പൂർണ്ണമായ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിട്ടുണ്ട്, പലതിനും മാറ്റം വന്നിട്ടുണ്ട്. വിജ്ഞാനം മാത്രമാണ് അനന്തരമെടുക്കുന്നവർ. പരിസരങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട വിജ്ഞാനവും ഇതുവരെയുള്ള വളർച്ചയിൽ നിന്ന് നമുക്ക് ലഭിച്ച മൂല്യങ്ങളും ഇത് ഒത്തുചേരുന്നതാണ് ഈ തലമുറയുടെ വിജ്ഞാന കേന്ദ്രം. അത് കഴിഞ്ഞ തലമുറക്ക് കിട്ടുകയില്ല, അതിൻ്റെ മുമ്പ് തീരെ കിട്ടിയില്ല. ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഇനി വളരണം. അതിന് ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജ്ഞാനത്തെ വളർത്തുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യണം. ചിന്തയാണ് പ്രധാനമായിട്ടുള്ളത്. എല്ലാറ്റിൻ്റെയും ലക്ഷ്യം സമാധാനത്തോടു കൂടെയുള്ള ഒരു സമൂഹമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതം ആചരിക്കാനും
ഏത് മതം പ്രബോധനം ചെയ്യാനും ഏതൊരു മതവും ഇല്ല എന്ന് പറയാനും ഉള്ള അതിമഹത്തായ സ്വാതന്ത്ര്യം അംഗീകരിച്ച് കിട്ടിയ ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. ലോകത്ത് മറ്റൊരിടത്തും ഇത്ര വിശാലമായ ഒരു ഭരണഘടന ഇന്ത്യയുടെ സ്വാതന്ത്ര്യശേഷം വളരെ ബുദ്ധിമതികളായ ചിന്തകന്മാരായ ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനതിൻ്റെ മഹത്വം പറയുന്നത്, നിങ്ങൾ ഓർക്കണം, ഫലസ്തീനിൽ 25,000-ത്തിലധികം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു സംഭവമേ അല്ല, ഒരു വാർത്തയേ അല്ല. പിഞ്ചോമനകളെ അടക്കം ചതച്ചരച്ച് ഹിറ്റ്ലറുടെ ചരിത്രം ഇനി പറയേണ്ടതില്ലേ നമുക്ക്? നാം ജീവിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫലസ്തീനിലെ ഏറ്റവും വലിയ കൂട്ട ഹിംസയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴും പാവപ്പെട്ട പിഞ്ചോമനകൾ അവരെ ഇഞ്ചിഞ്ചായി വധിക്കുകയാണ്, തീ വെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് മനുഷ്യൻ പറയാണ് ലോകത്തെ ഏറ്റവും പുരോഗമിച്ച കാലഘട്ടമാണിത്. നിങ്ങൾ ഓർക്കൂ, ഇവിടെ ഐക്യരാഷ്ട്രസഭയുണ്ട്, യുനോവിൻ്റെ ജനറൽ അസംബ്ലി ഉണ്ട്, അതേ പ്രകാരം മറ്റ് പല സംവിധാനങ്ങളുമുണ്ട്. എമ്പാടും മനുഷ്യൻ പുരോഗമിച്ചിട്ടുണ്ട്. അതിങ്ങനെ വർണ്ണിക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും. പക്ഷേ ഈ പിഞ്ചു കുട്ടിയെ വധിക്കരുത് എന്ന് പറയാൻ ഇവിടെ ആരാണുള്ളത്? ആ ചതഞ്ഞരക്കുന്ന കുട്ടിയെ നോക്കി അതിൽ സന്തോഷം കാണുന്ന ഒരു സമൂഹം, അവരെ നിയന്ത്രിക്കാൻ ഈ ലോകത്ത് ആരാണുള്ളത്? ഭൗതികമായി ഉണ്ടാക്കിയ ഏറ്റവും സുന്ദരമായ ഒരു സംവിധാനമാണ് ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ 99% ആളുകളും ഭരണകർത്താക്കളും രാജ്യങ്ങളും ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അതിലെ ഒരു ശക്തി, എന്നും തിന്മക്കെതിരിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു ശക്തി അമേരിക്ക എഴുന്നേറ്റ് നിന്ന് ഞങ്ങളതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മഹാഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾക്കും വിലയില്ലാതെ ഈ ഒറ്റയാൻ ലോകത്ത് വിജയിക്കുന്ന അതിക്രൂരമായ ഒരു വ്യവസ്ഥയാണ് ഇവിടെ ലോക വ്യവസ്ഥകളിലുള്ളത്. നാം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ മനുഷ്യത്വത്തോട്, മനുഷ്യ സമൂഹത്തോട് ഇത്ര നിഷ്ഠൂരമായ ഒരു നിയമം നടപ്പിൽ വരുത്തുന്ന സംഘടനയുണ്ടോ? ലോക സംഘടനയാണ്. പിന്നെ എവിടെയാണ് നാം പ്രതീക്ഷിക്കുന്നത്? ഒരു ചുരുങ്ങിയ സന്ദർഭങ്ങളിൽ ഫലസ്തീൻ തലക്കെട്ടുകൾ സൃഷ്ടിച്ചിരുന്നു, കരഞ്ഞിരുന്നു, വളരെ അന്തം വിട്ട് നിന്നിരുന്നു സമൂഹമാകെ. എന്നാൽ ഈ നിമിഷത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. നാം നിർവികാരരാണ്, നാം അതിൽ ലയിച്ചു കഴിഞ്ഞു. ഇനി ഹിറ്റ്ലറിൻ്റെ ചരിത്രം നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നെപ്പോളിയൻ്റെ ഇത് പറയേണ്ട, അതിനു മുമ്പുള്ള ഏകാധിപതികളുടെ ചരിത്രമൊന്നും പറയേണ്ട. ഇന്ന് തന്നെ ജീവിക്കുന്ന അമേരിക്കൻ വീക്ഷണവും താല്പര്യങ്ങളും നാം കണ്ടാൽ മതി. ഞാൻ ഇവിടെ രാഷ്ട്രീയമായ കാര്യമല്ല ചർച്ച ചെയ്യുന്നത്. ഞാനിത് പറയുന്നത് ദീർഘനാളുകളായി തുടരുന്ന ഈ കൊടും ക്രൂരത അവസാനിപ്പിക്കാനുള്ള ഒരു സംവിധാനം ലോകത്തില്ല എന്ന സത്യം വേദനയോടെ അറിയിക്കാനാണ് നാം വളരണം. അവിടുന്ന് അങ്ങോട്ടും വളരണം. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾക്കും തുല്യാവകാശം, എല്ലാവർക്കും തുല്യ അധികാരം, വളരെ മനോഹരമായ ഭരണഘടനയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ ഭരണഘടന അതിൽ ഭേദഗതി വരുത്താൻ നിമിഷം തോറും കുറുക്കുവഴികൾ കാണുന്ന ഭരണകൂടമാണ് ഇന്ന് നിലവിലുള്ളത്. അരുത്, ആ മൂല്യങ്ങളെ തകർക്കരുത്. ഇന്ത്യ നിലനിൽക്കുന്നത് കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി. സ്വാതന്ത്ര്യത്തിന് ശേഷം ലോകത്ത് കഞ്ഞി കുടിച്ചിട്ടില്ലെങ്കിലും എഴുന്നേറ്റ് ധൈര്യത്തോടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് ആ പവിത്രമായ ഭരണഘടനയാണ്. അതും ഇതാ ഓരോന്നായി പിഴുതു മാറ്റപ്പെടുകയാണ്. ഏകാധിപത്യത്തിലേക്ക്, സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ്. നാം ബോധവാന്മാരാകണം. ഏതായിരുന്നാലും ഈ ഒരു വിദ്യാർത്ഥി സംഗമം
ധർമ്മവും അധർമ്മവും കേൾക്കാൻ, നീതിയും അനീതിയും കേൾക്കാൻ, സത്യവും അസത്യവും കേൾക്കാൻ, അതിൻ്റെ നല്ല വശത്തെ തിരഞ്ഞെടുക്കാൻ, അതിൻ്റെ എതിർവശത്തെ തിരസ്കരിക്കാൻ ബോധവൽക്കരണം നടത്തുന്ന അതിമഹത്തായ ഒരു വിദ്യാർത്ഥി സമൂഹം, ആ സമൂഹത്തിൻ്റെ ഒത്തുചേരലാണിത്. ഇത് കൊല്ലം തോറും നടക്കുമ്പോൾ ആയിരക്കണക്കിലുള്ള കൊച്ചു കൊച്ചു സംഗമങ്ങൾ കേരളത്തിലൊട്ടാകെ നടക്കുന്നു. ഒരു രാഷ്ട്രീയമായ ഒരു അധികാരമോഹവുമില്ല, മറ്റൊരു പങ്കാളിത്തവുമില്ല. ഇവിടുത്തെ ജനാധിപത്യ ശക്തികളുമായി, പാർട്ടികളുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു വിഭാഗം. ബാലവേദി മുതൽക്ക് സമൂഹത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. സമാധാനപരമായി ഇന്ത്യയുടെ ഭരണഘടന കാത്തു സൂക്ഷിക്കൽ മുതൽക്ക് അതിൻ്റെ മഹത്വങ്ങളെ ബോധവൽക്കരണം നടത്തുന്നത് മുതൽക്ക് പവിത്രമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി വിഭാഗമാണ്. വളരെ പങ്കിലമായ ക്യാമ്പസുകൾക്ക് നടുവിൽ ധർമ്മത്തിൻ്റെയും നീതിയുടെയും സത്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വളരെ മഹത്തായ സ്വഭാവ ഗുണങ്ങളുള്ള വിദ്യാർത്ഥി വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ് MSM എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം. അവരുടെ ഈ കൂട്ടായ്മക്ക് എല്ലാ തരത്തിലുള്ള അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഒട്ടേറെ സമ്മേളനങ്ങൾ അനുഭവത്തിൽ സാക്ഷിയായവനാണ് ഞാൻ. എനിക്ക് കഴിയുമോ എന്നറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഒരു അവസാന ദൃശ്യം പോലെയാണ് ഞാൻ ഇന്ന് ഈ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ കൂട്ടായ്മയെ കാണുന്നത്. നിങ്ങൾ അടങ്ങിയിരുന്ന് സമാധാനത്തോടെ കാതോർക്കുക. ഇവിടെ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും അതിൽ നല്ലതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അതിന് ദൈവികമായ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.